എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS ബേസ് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള 4th അലോട്ട്മെൻറ്റ് കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പോൾ 4th അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ നിങ്ങൾ ടോക്കൺ ഫീ അടച്ച് നിങ്ങളുടെ സീറ്റ് സെക്യൂർ ചെയ്തെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ പല കുട്ടികളും കോളേജിൽ പോയി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനിയും ആരെങ്കിലും ടോക്കൺ ഫീ അടയ്ക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ നാളെ വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട്, അതായത് സെപ്റ്റംബർ 2-ാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾ ടോക്കൺ ഫീ അടച്ച് നിങ്ങളുടെ സീറ്റ് സെക്യൂർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് കോളേജിലാണോ അലോട്ട്മെൻറ്റ് വഴി അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് ആ കോളേജിൽ നേരിട്ട് ചെന്ന് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിലെ ഫുൾ ഫീയും നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അലോട്ട്മെൻറ്റ് വഴി അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന കോളേജിൽ നിങ്ങൾ സെപ്റ്റംബർ 8-ാം തീയതിക്കുള്ളിൽ പോയി ജോയിൻ ചെയ്യുക. 4th അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം ഒരുപാട് കുട്ടികൾ ഒത്തിരി ഡൗട്ട്സ് ചോദിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമുക്കറിയാം 4th അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്പെഷ്യൽ അലോട്ട്മെൻ്റ് ആണ്. അപ്പോൾ ആദ്യത്തെ 3 മെയിൻ അലോട്ട്മെൻറ്റുകളിലൊന്നും ഒരു കോളേജ് പോലും അലോട്ട്മെൻറ്റ് കിട്ടാത്ത കുട്ടിക്ക് ഫസ്റ്റ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ, അതായത് 4th അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് വഴി ഒരു കോളേജ് കിട്ടി. അങ്ങനെയുള്ളവർ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 4th അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികളാണെങ്കിൽ ആദ്യം നിങ്ങൾ ടോക്കൺ ഫീ അടയ്ക്കുക. എത്ര രൂപയാണോ ടോക്കൺ ഫീ അതനുസരിച്ച് നിങ്ങൾ ടോക്കൺ ഫീ അടയ്ക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് കോളേജിലാണോ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് ആ കോളേജിൽ നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും ഫസ്റ്റ് ഇയറിലെ ഫുൾ ഫീയും സബ്മിറ്റ് ചെയ്ത് അഡ്മിഷൻ എടുക്കുക. അതാണ് 4th അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ ചെയ്യേണ്ടത്. ഇനി 3rd അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ എടുത്ത കുട്ടി, 3rd അലോട്ട്മെൻറ്റ് വഴി ഒരു കോളേജ് കിട്ടി, കോളേജിൽ പോയി അഡ്മിഷൻ എടുത്തു. പക്ഷേ ആ കോളേജ് സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അതുകൊണ്ട് 4th അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തു, വേറൊരു പുതിയ കോളേജ് കിട്ടി. അങ്ങനെയുള്ള കുട്ടികൾ 4th അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്യണം. ഇല്ലയെന്നുണ്ടെങ്കിൽ 3rd അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടിയ കോളേജ് നഷ്ടപ്പെടും. അതുപോലെ തന്നെ 4th അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ നിങ്ങൾ ജോയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 4th അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജും നഷ്ടപ്പെടും. അപ്പോൾ 4th അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി 4th അലോട്ട്മെൻറ്റിലും കിട്ടിയ കോളേജ് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് അല്ല, ആ കോളേജിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങളുടെ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് നിങ്ങൾ നോക്കണം. ഇനിയും നിങ്ങൾ അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് ആ അലോട്ട്മെൻറ്റുകൾ വഴി അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾക്ക് സാധ്യത ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ കോളേജിൽ ജോയിൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇനി 4th അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കൊരു കോളേജ് കിട്ടി, പക്ഷേ ആ കോളേജ് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് അല്ല, ആ കോളേജിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ആ കോളേജിൽ ജോയിൻ ചെയ്യാതെ തന്നെ 5th അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുമോ എന്ന് പലരും ചോദിച്ചിരുന്നു. അപ്പോൾ 4th അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് നിങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് 5th അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. അതിന് നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇനി വരുന്ന ഓരോ സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിലേക്കും പുതിയതായിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി 5th അലോട്ട്മെൻറ്റിലേക്ക് പുതിയ ഓപ്ഷൻ രജിസ്ട്രേഷൻ വരുന്നുണ്ട്. അത് ഏകദേശം സെപ്റ്റംബർ 9-ാം തീയതിയോടൊക്കെ കൂടി പുതിയ ന്യൂ ഓപ്ഷൻ രജിസ്ട്രേഷൻ 5th അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ന്യൂ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ അലോട്ട്മെൻറ്റിലേക്കും പുതിയതായിട്ടുള്ള ഓപ്ഷൻസാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഇനി 3rd അലോട്ട്മെൻറ്റിൽ ഒരു കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി, നിങ്ങൾ ടോക്കൺ ഫീ അടച്ചു, നിങ്ങളുടെ ഫുൾ ഫീയും ഫസ്റ്റ് ഇയറിലെ ഫുൾ ഫീയും നിങ്ങൾ പേ ചെയ്തു എങ്കിൽ നിങ്ങൾ അടച്ചിരിക്കുന്ന ടോക്കൺ ഫീ 4th അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് വേറൊരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അടച്ചിരിക്കുന്ന ടോക്കൺ ഫീ ഓട്ടോമാറ്റിക്കലി LBS വഴി തന്നെ നിങ്ങൾക്ക് 4th അലോട്ട്മെൻറ്റിൽ ഏത് കോളേജിലാണ് കിട്ടിയിരിക്കുന്നത് അങ്ങോട്ടേക്ക് നിങ്ങളുടെ ടോക്കൺ ഫീ ട്രാൻസ്ഫർ ആകുന്നതാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിൽ ഫുൾ ഫീ നിങ്ങൾ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കോളേജിലാണോ നിങ്ങൾ ആദ്യം അഡ്മിഷൻ എടുത്തത് ആ കോളേജുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അടച്ചിരിക്കുന്ന ആ ഫീ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇനി പുതിയ ന്യൂ കോളേജസിന് അംഗീകാരം ലഭിക്കുന്നതിനനുസരിച്ച് കോളേജ് ലിസ്റ്റിൽ ചേർക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസൊക്കെ കൊടുക്കുന്ന സമയത്ത് വളരെ കെയർഫുള്ളായിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ മതി, എനിക്ക് നഴ്സിംഗ് പഠിക്കാനായിട്ട് ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് 4th അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടി എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുകൊണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സീറ്റ് നഷ്ടപ്പെടും.
നഷ്ടപ്പെടും. 3rd അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് നഷ്ടപ്പെടും, 4th അലോട്ട്മെൻറ്റിൽ കിട്ടിയത് നഷ്ടപ്പെടും. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് നിങ്ങൾ കോളേജ് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. BSc നേഴ്സിങ്ങിന് മുൻഗണന കൊടുക്കുന്ന കുട്ടികൾ എങ്ങനെയാണ് ഓപ്ഷൻസ് കൊടുക്കേണ്ട സമയത്ത് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തേണ്ടതെന്ന് നോക്കാം. BSc നേഴ്സിംഗ് ആണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹം എന്നുള്ള കുട്ടികളാണെങ്കിൽ BSc നേഴ്സിംഗ് കോളേജസ് വേണം നിങ്ങൾ ആദ്യം ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കേണ്ടത്. അതായത് ഫസ്റ്റ് 1 to 10 നിങ്ങൾ BSc നേഴ്സിംഗ് കോളേജുകൾ ഓപ്ഷൻസ് ആയിട്ട് നൽകുക. അതിനുശേഷം ബാക്കിയുള്ള പാരാമെഡിക്കൽസ് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അതനുസരിച്ച് നിങ്ങൾ 11 മുതൽ ഓപ്ഷൻസ് നൽകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ സ്കോറിനനുസരിച്ച് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വഴി അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ ഈ രീതിയിൽ നിങ്ങൾ ഓപ്ഷൻസ് നൽകാൻ വേണ്ടി ശ്രമിക്കുക. ഇനിയുള്ളൊരു ഡൗട്ടാണ് എന്താണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്നുള്ളത്. സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് ശേഷമാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുക. വേക്കൻസി വരുന്ന സീറ്റുകളിലേക്ക് ഫില്ല് ചെയ്യുന്ന അലോട്ട്മെൻറ്റ് തന്നെയാണ് ഇത്. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ജോയിൻ ചെയ്യാതെ വരുന്ന സീറ്റുകളിലേക്കും അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും കോഴ്സിലേക്ക് മാറുമ്പോൾ വരുന്ന സീറ്റ് വേക്കൻസിയിലേക്കും നടത്തപ്പെടുന്ന അലോട്ട്മെൻറ്റാണ് ഇത്. ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ LBS സബ് സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആ സബ് സെൻറ്ററിൽ നമ്മൾ നേരിട്ട് ചെന്ന് വേണം ഈ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട്. സ്പോട്ട് അലോട്ട്മെൻറ്റ് വിളിക്കുന്ന ടൈമിൽ സൈറ്റിൽ സ്പോട്ട് അലോട്ട്മെൻറ്റിന് ഒരു ഫോം അപ്ലോഡായിട്ട് വരും. ആ ഫോം ഫില്ല് ചെയ്ത് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ വരുന്ന LBS സെൻറ്ററിൽ നേരിട്ട് പോയി സബ്മിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആ സ്പോട്ടിൽ പോയി നേരിട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ പിന്നീട് ചെയ്യുന്നതാണ്. ടോട്ടൽ എത്ര അലോട്ട്മെൻറ്റുകൾ ഉണ്ടാകുമെന്ന് പല കുട്ടികളും ചോദിച്ചിരുന്നു. അത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല, കാരണം വേക്കൻസി വരുന്നതിനനുസരിച്ചാണ് അലോട്ട്മെൻറ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത്. എന്നാലും മുൻ വർഷങ്ങളിലൊക്കെ ഏകദേശം 8-10ഓളം അലോട്ട്മെൻറ്റുകൾ ഉണ്ടായിരുന്നു. സോ അത്രയും അലോട്ട്മെൻറ്റുകൾ തന്നെ കാണാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വേക്കൻസി എത്രയുണ്ടോ അതനുസരിച്ചായിരിക്കും അലോട്ട്മെൻറ്റുകൾ വരിക. ഇനി 4th അലോട്ട്മെൻറ്റിലും കിട്ടാത്ത കുട്ടികൾ ഒത്തിരി സങ്കടപ്പെട്ട് മെസ്സേജ് അയച്ചിരുന്നു. നിങ്ങൾ സങ്കടപ്പെടേണ്ട, 5th അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുക. അതിനുശേഷം 5th അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുക. അപ്പോൾ നിങ്ങളുടെ റാങ്കിനനുസരിച്ച് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വഴി അഡ്മിഷൻ ലഭിക്കുന്നതാണ്. സോ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇനി നേഴ്സിംഗ് ക്ലാസ്സുകൾ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പല കുട്ടികളും ചോദിച്ചിരുന്നു. ഏകദേശം ഒക്ടോബർ അവസാനം അല്ലെങ്കിൽ നവംബർ ആദ്യത്തോടു കൂടി ക്ലാസ്സുകളൊക്കെ ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ നിങ്ങൾ ടോക്കൺ ഫീ അടച്ച് നിങ്ങളുടെ സീറ്റ് സെക്യൂർ ചെയ്യുക. ആ കിട്ടിയ കോളേജിൽ അഡ്മിഷൻ എടുക്കുക. നിങ്ങളുടെ സ്കോറിനും റാങ്കിനും അനുസരിച്ച് വേണം നിങ്ങൾക്ക് കിട്ടിയ കോളേജിൽ നിങ്ങൾ ജോയിൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാനായിട്ട്. സോ വളരെ കെയർഫുള്ളായിട്ട് നിങ്ങൾ അത് ചൂസ് ചെയ്യുക. അതുതന്നെ ഇനി മുന്നോട്ടുള്ള അലോട്ട്മെൻറ്റുകളിലൊക്കെ സീറ്റ് വേക്കൻസി കുറഞ്ഞാണ് വരുന്നത്. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് നിങ്ങൾ തീരുമാനമെടുക്കുക. കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്യണോ അതോ അടുത്ത അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യണോ എന്നുള്ളതൊക്കെ. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കുക. താങ്ക് യു.